ബി.ജെ.പിയുടെ കേരളത്തിലെ അവസാനത്തെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നു കഴിഞ്ഞു. 4 സീറ്റുകൾ ബാക്കിയുണ്ടായിരുന്നതിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ആരൊക്കെ മത്സരിക്കും? ഒന്ന്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ. അവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സാക്ഷാൽ കെ. സുരേന്ദ്രൻ മത്സരിക്കുന്നു. കേന്ദ്ര നേതൃത്വം ലിസ്റ്റ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ദേശീയ പട്ടികയിൽ ഈ ലിസ്റ്റ് കൂടി വന്നിരിക്കുന്നു. കൊല്ലത്ത് സിനിമാ സീരിയൽ നടൻ കൃഷ്ണകുമാർ മത്സരിക്കുന്നു. എറണാകുളത്ത് വീണ്ടും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് വന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. ചിത്രം വ്യക്തമായി. അതിലേറ്റവും വലിയ തമാശ, ഈ കെ സുരേന്ദ്രൻ വയനാട്ടിൽ എന്ത് ചെയ്യാനാണാവോ? ബി.ജെ.പി എന്താ ഇങ്ങനെ തീരുമാനിച്ചത്? രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ നിർത്തിയിട്ട് അതുവഴി ഒരു മൈലേജ് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു തന്ത്രം അതിന് പിന്നിലുണ്ടാവാം. ഒളിച്ചോടിപ്പോയ രാഹുലിനെതിരെ മത്സരിക്കുന്നത് ബി.ജെ.പിയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓളം സൃഷ്ടിക്കാൻ ഈ ഒരു മത്സരത്തിന് ഒരുപക്ഷെ സഹായിക്കുമെന്ന് ബി.ജെ.പി കരുതുന്നുണ്ടാവാം. അവിടെ ഏറ്റവും നല്ലത്, രസകരമായൊരു കാര്യം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാചകമാണ്. അതായത്, രാഹുലും ആനി രാജയും ടൂറിസ്റ്റ് വിസക്കാർ, എൻ്റേത് പെർമനന്റ് വിസ. ഏത്? വയനാട്ടിൽ മത്സരിക്കുന്നതിനെ പറ്റി കെ സുരേന്ദ്രൻ പറയുകയാണ്. രാഹുൽ ഗാന്ധി വന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, യു.പിയിൽ നിന്ന് വന്നത് ടൂറിസ്റ്റ് വിസക്കാരനായിട്ട്. ആനി രാജയും ടൂറിസ്റ്റ് വിസയിൽ, ദേശീയ നേതാവ് CPIയുടെ ടൂറിസ്റ്റ് വിസയിൽ വന്നു. ഞാൻ സ്വന്തം നാട്ടുകാരൻ പെർമനന്റ് വിസ. ഈ കെ സുരേന്ദ്രന്റെ വീട് എവിടെയാണ്? അത് കോഴിക്കോട്ട്, അയൽ ജില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ഈ ബി.ജെ.പി നേതാക്കൾ ഇവരാരായാലും എന്ത് പറഞ്ഞാലും വെട്ടിത്തരമേ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, തൊട്ടടുത്ത ജില്ല. ആനി രാജ എവിടുത്തുകാരിയാണ്? വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നതാ, ടൂറിസ്റ്റ് വിസയിൽ വന്നതാ, പെർമനന്റ് വിസക്കാരിയല്ല. ആനി രാജയുടെ വീട് എവിടാ? ഈ വയനാടിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കണ്ണൂർ മണ്ഡലത്തിലെ ഇരിട്ടിയിലാണ് ആനിരാജയുടെ വീട്. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയായിട്ട് ജനിച്ചു വളർന്നു വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിട്ട് മാറിയ ആനിരാജ. അപ്പൊ എന്തടിസ്ഥാനമാണ് സുരേന്ദ്ര നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ? ഒരു മണ്ടത്തരങ്ങൾ തന്നെ സുരേഷ് ഗോപി വിളിച്ച് പറയുന്ന പോലെ നിങ്ങളും പറയാം. നിങ്ങളുടെ ബി.ജെ.പി നേതാക്കളൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇനി രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി, പെർമനന്റ് വിസയാണ്. എവിടുന്നാ വന്നത്? മലയാളിയാണെങ്കിൽ അദ്ദേഹം എവിടെയാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്? അയാളുടെ ബിസിനസ് പ്രധാനമായിട്ട് എവിടെയാണ്? ബംഗളൂരുവിലെ കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖർ. പെർമനന്റ് വിസക്കാരാ ഇവരൊക്കെ. കൊല്ലത്ത് ഇപ്പൊ മത്സരിക്കുന്ന കൃഷ്ണകുമാർ എവിടുത്തുകാരനാണ്? തിരുവനന്തപുരംകാരനല്ലേ? നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പൊ പ്രഖ്യാപിച്ച് അദ്ദേഹം കൊല്ലത്ത് വന്ന് മത്സരിക്കുന്ന പെർമനന്റ് വിസയാണ്. കെ സുരേന്ദ്രൻ ഒരു മണ്ടത്തരം പറയുമ്പോൾ നിങ്ങൾ സ്വയം പരിഹാസ്യരാകുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയെങ്കിലും കാണിക്കണം. പിന്നെ ഈ എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ പെർമനന്റ് വിസയാണ്. അദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്? ഇതൊക്കെ പറയുമ്പോഴേ ഓരോന്ന് ആലോചിച്ചിട്ട് പറയണം. നിങ്ങളിനി വയനാട്ടിൽ എന്താ ഒരു തമാശ മത്സരം? വയനാട്ടിൽ ബി.ജെ.പിക്ക് എന്ത് ചെയ്യാനാണ്? ഇനി ഇതിന്റെ ബാക്കി പറയാം. നുസ്രത്ത് ജഹാൻ വിട്ടിട്ടില്ല, നുസ്രത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് പിന്നെ വയനാട് കാണാൻ പോകുന്നത് 2 പ്രധാന സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരത്തിനകത്ത് അതിന് പുറമെ 2 കോമാളി വേഷങ്ങൾ കാണേണ്ടി വരും. പ്രധാന മത്സരം രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിൽ, 2 മുന്നണികൾ തമ്മിൽ, UDF LDF. അതിൻ്റെ അകത്ത് ഒരു കാഴ്ചക്കാരനായിട്ട് ബി.ജെ.പിയുടെ കുറച്ച് വോട്ടുകൾ പിടിക്കാൻ അതുവഴി രാഹുലിനെ സഹായിക്കും ബി.ജെ.പി. കാരണം ആനി രാജ പാർലമെന്റിൽ വരുന്നത് ഭീഷണിയാണെന്ന്, ലോക്സഭയിൽ എത്തുന്നത് ഭീഷണിയാണെന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. അപ്പൊ എന്തു വേണം? ആനി രാജ ജയിക്കാനേ പാടില്ല. രാഹുൽ ഗാന്ധി ജയിച്ചു വന്നു കഴിഞ്ഞാൽ പോട്ടെ, നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാം. രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഓൾറെഡി പിന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് കേസിലൊക്കെ പെട്ട് റോബർട്ട് ഭദ്ര ഒക്കെ ഊരിയെടുത്തതൊക്കെ നമ്മളിവിടെ സഹായിച്ചിട്ടല്ലേ? നമ്മുടെ ഹരിയാന സർക്കാരുടെ വിചാരിച്ചിട്ടല്ലേ റോബർട്ട് ഭദ്രയെയും DLF-നെയും ഈ അഴിമതി കേസിൽ നിന്ന്, CBI ED കേസിൽ നിന്ന് രക്ഷിച്ചത്?
അതുകൊണ്ട് നമ്മളോടൊരു നന്ദി എപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും, അല്ലെ സോണിയാഗാന്ധി കുടുംബത്തിനുണ്ടാവും, ഗാന്ധി കുടുംബത്തിന്. അതുകൊണ്ട് രാഹുൽ ജയിച്ചു വന്നോട്ടെ. ആനിരാജ വരരുത്, ഭീഷണിയാണ്, ഭയങ്കരക്കാരിയാണ്, ഇടതുപക്ഷക്കാരിയാണ്, ജയിച്ചു വരാൻ പാടില്ല, നമുക്ക് തലവേദനയാണ്, അവർ പാർലമെന്റിൽ വരാൻ പാടില്ല. അപ്പം നമ്മൾ ആരെ സഹായിക്കണം? രാഹുൽജിയെ നമ്മൾ സഹായിക്കണം ജയിച്ചു വരാൻ. അതിന് പറ്റിയൊരു പണി നിങ്ങൾ അവിടെ ചെയ്യുക. ഇതാണ് കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രന് കൊടുത്തിരിക്കുന്ന വ്യംഗ്യമായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നുസ്രത് ജഹാൻ ഓൾറെഡി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അവരാരാണ്? അവർ കോഴിക്കോട് സ്വദേശിയാണ്. അവര് RPI, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലെ ഗ്രൂപ്പിന്റെ ദേശീയ വൈസ് ചെയർമാനാണ്. അവർ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അവരുടെ സ്ഥാനാർത്ഥിത്വം ഈ പാർട്ടിയുടെ RPI പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് കേന്ദ്ര മന്ത്രിസഭയിൽ നരേന്ദ്രമോദി സർക്കാരിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായ രാംദാസ് അത്വാലെ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതാണ്. തൊട്ടടുത്ത് നുസ്രത് ജഹാനെ ഇരുത്തി. അവർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ വീണ്ടും ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞു, ഞാൻ വയനാട്ടിലേക്ക് വരികയാണ്, ഞാൻ തന്നെ അവിടെ സ്ഥാനാർത്ഥി, RPIയുടെ സ്ഥാനാർത്ഥി, ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞാൽ NDA മുന്നണിയിലെ രണ്ടുപേര് പരസ്പരം മത്സരിക്കുകയാണ് കേരളത്തില്. BJPയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും രാംദാസ് അത്വാലെയുടെ RPIയുടെ ദേശീയ വൈസ് ചെയർപേഴ്സൺ നുസ്രത് ജഹാനും വയനാട്ടിൽ മത്സരിക്കുകയാണ്. അപ്പൊ നല്ല തമാശയായി കഴിഞ്ഞു വയനാടിന്റെ മത്സരം. ഒരു കോഴിക്കോടുകാരി വനിതാ സ്ഥാനാർത്ഥി NDAയുടെ ഘടകകക്ഷിയിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ വന്നിരിക്കുന്നത്. കെ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുക. അപ്പം യഥാർത്ഥ ഉദ്ദേശം ആരാണ്? എന്താണ്? രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ ഞങ്ങളൊരു നാടകം കളിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്നിരുന്നോട്ടെ, ആനിരാജ വരാൻ പാടില്ല. ഇതാണ് കളിക്കുന്ന രാഷ്ട്രീയം. ഈ BJP രാഷ്ട്രീയം വലിയ കോമാളിത്തരാണ്. അതിന്റെ മറ്റൊന്നും കൂടി പറഞ്ഞിട്ട് വീഡിയോ, കാരണം ചിരിക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ കേട്ടാൽ ചിരിയാ വരുന്നത്. PC ജോർജ്, BJPയിൽ ചേർന്ന PC ജോർജ്, സെക്കുലർ ജനപക്ഷ നേതാവ് PC ജോർജ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന NDA കൺവെൻഷനിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ബോയ്ക്കോട്ട് ചെയ്തു. ആര്? കോട്ടയത്ത് ആരാ? പിന്നെ NDA സ്ഥാനാർത്ഥി സഖ്യകക്ഷിയായ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ PC ജോർജ് പോയില്ല, ബഹിഷ്കരിച്ചു. PC ജോർജും PC ജോർജിന്റെ അനുയായികളും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം, അവിടെ കാര്യങ്ങൾ എത്ര ഗംഭീരമാണെന്ന് കണ്ടുള്ളൂ. ഈ കോമാളിത്തരങ്ങൾ BJP രാഷ്ട്രീയത്തിന്റെ. വിളിക്കാത്ത കല്യാണത്തിന് ചോറുണ്ണാൻ ഞാൻ പോകാറില്ല. PC ജോർജ് പറഞ്ഞ വാചകമാണ്. വിളിക്കാത്ത കല്യാണത്തിന് ചോറുണ്ണാൻ ഞാൻ പോകാറില്ല. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, എന്നെ വിളിച്ചില്ല തുഷാർ വെള്ളാപ്പള്ളി ബോയ്സ്, എന്നെ വിളിച്ചില്ല. ബോയ്സ് എന്നാ വിശേഷിപ്പിച്ചത്, ബോയ്. എന്നെ വിളിച്ചില്ല, ഞാനിപ്പോ BJPയിലാണ്. BDJS ഘടകകക്ഷി എന്ന് പറയുന്നു. BJPയിൽ ചേർന്ന ഞാൻ അതിൽ പങ്കെടുക്കണമെങ്കിൽ എന്നെ വിളിക്കണം, ക്ഷണിക്കണം. എന്നെ സ്ഥാനാർത്ഥിയോ BDJSോ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാതെ ഞാനെന്തിനു പോകണം? അപ്പോ വിളിക്കാത്ത കല്യാണത്തിന് ചോറുണ്ണാൻ ഞാൻ പോകേണ്ട കാര്യമുണ്ടോ? എങ്ങനെയുണ്ട് കോട്ടയത്തെ അവസ്ഥ? അതേപോലെ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ PC തീരുമാനിച്ചെങ്കിലും BJP അവസാനം കൈവിട്ടു. അപ്പൊ PC ഒരുമാതിരി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. PCയും PCയുടെ മകനും BJPയിലേക്ക് പോയ മറ്റ് അനുയായികളും. അതുകൊണ്ട് സർവ്വ കുത്തിത്തിരിപ്പും ഈ ഒരു മാസത്തിലെ ഇലക്ഷൻ കാലത്തിനുള്ളിൽ BJPക്കെതിരെ PC ജോർജിന് പ്രതീക്ഷിക്കാം. അത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയോടുള്ള കലിപ്പ് ഒരു വശത്ത്, രണ്ട് തന്റെ സീറ്റ് അടിച്ചു മാറ്റി മത്സരിക്കാമെന്ന AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണിയോടുള്ള കലിപ്പ് വേറെ. PC വിചാരിച്ചാൽ കുറച്ച് ഓട്ടൊക്കെ മറിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ട് പോലും നേടാൻ അനിൽ K ആന്റണിക്ക് സാധിക്കില്ല എന്നതിലേക്കാണ് PC കളിക്കുന്ന കളികൾ. ഇതൊക്കെയാണ് PCയുടെ കളികൾ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ തമാശകൾ, കോമാളിത്തരങ്ങൾ വൈകാതെ കാത്തിരുന്ന് കാണാം.